കഴിഞ്ഞു. എന്നാ ശരി, ഞാൻ വിളിച്ചോളാം. ശരി. ആധാരം കിട്ടാൻ കുറച്ചു ദിവസം എടുക്കുമല്ലേടാ മോനെ? അതെ, കിട്ടുമ്പോ ഞാൻ കൊണ്ട് തന്നോളാമേ. വേണ്ട, എന്റെ ആധാരം ഞാൻ ചെന്ന് വാങ്ങിച്ചോളാം. എനിക്ക് വേണ്ടി ആരും ബുദ്ധിമുട്ടണമെന്നില്ല. പൊന്നുമണി, കഴിഞ്ഞത് കഴിഞ്ഞു. ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഭാഗം വെച്ച് പിരിയൊന്ന്. അതും നടന്നു. ഇനിയെങ്കിലും നീ പ്രശ്നം ഉണ്ടാക്കരുത്. അത് ശരി, അപ്പൊ ഞാനാണോ പ്രശ്നം ഉണ്ടാക്കിയത്? എനിക്കിഷ്ടപ്പെട്ട ഒരാളോടൊപ്പം ജീവിക്കാൻ ഞാൻ ശ്രമിച്ചു. നിങ്ങളെല്ലാരും കൂടി അത് തടഞ്ഞത്. എന്നിട്ടിപ്പോ പറയുന്നു ഞാനാ പ്രശ്നക്കാരിന്ന്. ഞാനൊരു തർക്കത്തിന് എന്തായാലും ഇല്ല. ഇനി അതിനൊന്നും പ്രസക്തിയും ഇല്ല. സത്യന്റെ ഭാഗം കഴിഞ്ഞതോടെ സത്യത്തില് നമ്മൾ രണ്ടും രണ്ട് വഴിക്കായി കഴിഞ്ഞു. ഇനി ആകെ ബാക്കിയുള്ളത് ബന്ധത്തിന്റെ അടുപ്പം മാത്രം. അതും നീയായിട്ട് കളയരുത്. ഇതുവരെ എങ്ങനെയാണ് നമ്മൾ പോയിരുന്നത് അതുപോലെ തന്നെ ഇനിയും പോണം. നീ അമ്മയായിട്ട് വഴക്കൊന്നും ഉണ്ടാക്കരുത്. അങ്ങോട്ട് കയറി ആരോടും ഞാൻ വഴക്കിന് പോകാറില്ല. ഇങ്ങോട്ട് വന്ന വിടുകയില്ല. പിന്നെ ബന്ധം, അതൊക്കെ പറയാന്നേ ഉള്ളൂ. ഒരാവശ്യം വന്നാ ഒരാളും ഉണ്ടാവില്ല സഹായിക്കാൻ. ഞങ്ങളുണ്ടാവും. അയ്യോ വേണ്ടായേ, സഹായിച്ചിടത്തോളം മതി. സന്തോഷം. ഇവള് ആ സ്ഥലം വിൽക്കാൻ പോവാ മോനെ? അതെ, എന്നിട്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോവും. നിങ്ങളുടെ ഒന്നും കൺവെട്ടത്ത് പോലും പിന്നെ ഞാൻ വരില്ല. മണ്ടത്തരം കാണിക്കരുത്. സ്ഥലം വിറ്റ ആ കാശ് പെട്ടെന്ന് തീർന്നു പോവും. പൊക്കോട്ടെ, എന്റെ കാശല്ലേ. ഞാൻ എങ്ങനെ ചെലവാക്കിയ നിങ്ങൾക്കെന്താ? അവസാനം കടത്തിണ്ണെ കിടക്കേണ്ടി വരും. കടത്തിണ്ണയിലാണോ പഞ്ചനക്ഷത്ര ഹോട്ടലിലാണോ കിടക്കാൻ പോകുന്നതെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങൾ ആരും അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. പൊന്നുമണി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. വേറൊന്നുമില്ലല്ലോ, അപ്പൊ കാണാം. അവള് നശിക്കാൻ തീരുമാനിച്ചു അമ്മേ. ഇനി ആര് വിചാരിച്ചാലും അവളെ രക്ഷിക്കാൻ പറ്റില്ല.